ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇതാ രാവിലെ തന്നെ ഞാൻ പാൽ ചായക്ക് വേണ്ടിയിട്ട് പാലിതാ മിൽക്ക് കുക്കറിൽ വെക്കുകയാണ്. എന്നും കട്ടൻ കാപ്പിയും കട്ടൻ ചായയാണല്ലോ കുടിക്കുന്നത്. അപ്പോൾ ഇന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് വെച്ചതാണേ മിൽക്ക് കുക്കറിൽ. അങ്ങനെ മിൽക്ക് കുക്കറിൽ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ അത് തിളച്ച് വന്നപ്പോഴത്തേക്കും വേറൊരു പാത്രത്തിലേക്ക് ചായപ്പൊടിയും പഞ്ചസാരയും ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് ചോക്ലേറ്റ് ടീ ആണ് കേട്ടോ, സാധാരണ ടീ ഒന്നുമല്ല, ചോക്ലേറ്റ് ടീ ആണ്. ഇത് ഊട്ടി നിന്നിട്ട് പോയപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. അങ്ങനെ അതും ആയി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് ദോശ മാവാണ് കേട്ടോ, മസാല ദോശയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ മസാല ദോശയ്ക്ക് വേണ്ടി തന്നെ കഷ്ണങ്ങളാണ് ഇതൊക്കെ. ഉള്ളി, പച്ചമുളക്, ഉരുളക്കിഴങ്ങ് അതൊക്കെ ഒരു കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വെള്ളവും കേട്ടോ. അതും കുക്കറിൽ ഇട്ടിട്ട് ഞാൻ ഗ്യാസിലേക്ക് വെക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് കഞ്ഞിക്ക് വെള്ളം വെച്ചതാണ്. ഇന്ന് കഞ്ഞി കേട്ടോ, പെസഹ വ്യാഴാഴ്ച ആയതുകൊണ്ട് ഇന്ന് ഇവിടെ എല്ലാവർക്കും നോമ്പാണ്. ഇന്നും നാളെയും നോമ്പാണ്. അതുകൊണ്ട് കഞ്ഞി മാത്രമേ ഇന്ന് കുടിക്കത്തുള്ളൂ. അപ്പോൾ കഞ്ഞിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇത്. പിന്നെ ഇതാ ദോശ ഞാൻ ചൂടാണ്. മസാല ദോശ എന്ന് പറഞ്ഞല്ലോ, ഞാൻ മസാല ദോശയാണ് കേട്ടോ ചൂടുന്നത്. മസാല ദോശ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. മോക്കൊക്കെ ഇഷ്ടമാണ്, കഴിക്കും അവൾ നന്നായിട്ട്. അപ്പം മസാല ദോശ ആകുമ്പോൾ പിന്നെ ഇതാ കറിയാണ്. ഇത് കറി കടലക്കറി കേട്ടോ, ഇന്നലെ ബാക്കി വന്ന കറിയാണ്. അപ്പോൾ ഇത് വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.